ഒരു വീട് മൊത്തം ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നതിന് എത്ര ചിലവ് വരും? പല ആളുകളും DM ചെയ്ത് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണിത്. 3BHK ആണെങ്കിൽ എത്ര വരും, 4BHK ആണെങ്കിൽ എത്ര വരും എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ആളുകൾക്കുണ്ട്. അത്തരം ആളുകൾ ഈ ഒരു വീഡിയോ തീർച്ചയായും കാണുക. അതുപോലെ വീട് പണിയുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്റീരിയർ ഡിസൈനിങ്ങിന് വേണ്ടി ഒരു ബഡ്ജറ്റ് കരുതി വെക്കുന്നവരാണ് കൂടുതൽ ആളുകളും. എന്നാൽ അപ്രതീക്ഷിതമായി കൺസ്ട്രക്ഷനിൽ വരുന്ന ചില അധിക ചിലവുകൾ ഒരുപക്ഷെ നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചേക്കാം. അത്തരം സാഹചര്യത്തിൽ ഇന്റീരിയർ ഡിസൈനിങ്ങിൽ ചിലവ് കുറയ്ക്കുന്നതിന് പലരും നിർബന്ധിതരാവേണ്ടി വരും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഇന്റീരിയർ ഡിസൈൻ ചെയ്യണം എന്നതാണ് ഞങ്ങളോട് പലരും ആവശ്യപ്പെടുന്ന ഒരു കാര്യം. എന്നാൽ എങ്ങനെയാണ് ഒരു വീട് ഇന്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കുന്നത്? നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് അത്തരം ചില കാര്യങ്ങളാണ്. ഒരു വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ കോസ്റ്റ് നിർണ്ണയിക്കുന്നതിന് പ്രധാനമായും 4 ഘടകങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ കാര്യം ഏരിയ ആണ്. എത്രത്തോളം ഏരിയയാണ് നമ്മൾ ഇന്റീരിയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഭാര്യയും 1-2 കുട്ടികളടങ്ങുന്ന ചെറിയൊരു ഫാമിലി ആണെങ്കിൽ പോലും വീട് പണിയുമ്പോൾ 2 നിലയായി പണിയുകയും ഭാവിയിലേക്ക് വേണ്ടി 2-3 റൂമുകൾ കരുതി വെക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇത്തരം വീടുകളിൽ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമായിരിക്കും കൂടുതലും ഉപയോഗത്തിനുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഉപയോഗം തിരിച്ചറിഞ്ഞുകൊണ്ട് ഏതൊക്കെ റൂമിലാണ് ഇന്റീരിയർ ഡിസൈൻ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഓരോ മുറികളിലും എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. ഓരോ റൂമുകളും യൂസ് ചെയ്യുന്ന ആളുകൾക്കനുസരിച്ചായിരിക്കണം എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകേണ്ടത്. ഉദാഹരണത്തിന് പഠിക്കുന്ന കുട്ടികളോ ജോലി ചെയ്യുന്ന മുതിർന്നവരോ ഉപയോഗിക്കുന്ന റൂമാണെങ്കിൽ നിർബന്ധമായും ഒരു സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ടേബിൾ ആ ഒരു മുറിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഫർണിച്ചറുകൾ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളാണ് സീലിംഗ് വർക്കുകൾ, പുട്ടി, കർട്ടനുകൾ, പാനലിംഗ് ജോലികൾ അല്ലെങ്കിൽ വാൾപേപ്പർ പോലെയുള്ള വാൾ കവറിങ്സ്. ബഡ്ജറ്റ് കുറയ്ക്കുന്നതിന് ഇവയിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുക. മൂന്നാമത്തെ കാര്യം മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നതിന് മാർക്കറ്റിൽ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഫർണിച്ചറുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മാത്രം പല ക്വാളിറ്റിയിലും പല പ്രൈസ് റേഞ്ചിലുമുള്ള 20ഓളം മെറ്റീരിയലുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. എല്ലാ ഏരിയകളിലും ഒരേ ക്വാളിറ്റിയിലുള്ള ഒരേ മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നതിന് പകരം അനുയോജ്യമായ ഏരിയകളിൽ അനുയോജ്യമായ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നതിലൂടെ സാമ്പത്തികമായ നിയന്ത്രണം കൊണ്ടുവരുന്നതിന് നമുക്ക് സാധിക്കുന്നു. നാലാമത്തെ കാര്യം ഡിസൈൻ ആണ്. ബഡ്ജറ്റ് നിർണ്ണയിക്കുന്നതിൽ ഈ ഒരു കാര്യത്തിന് വളരെ വലിയൊരു പങ്കാണുള്ളത്. ഏറ്റവും മിനിമലായ ഡിസൈൻ മുതൽ ലക്ഷറിയസ് ആയിട്ടുള്ള ഡിസൈൻ വരെ ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. ഉദാഹരണത്തിന് 2 വാർഡ്രോബുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരേ സൈസിലാണെങ്കിൽ പോലും രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്ന ഫിനിഷിങ്ങിലും ഡിസൈനിലും വ്യത്യാസമുള്ളതുപോലെ തന്നെ ഇതിന്റെ പ്രൈസിലും വളരെ വലിയൊരു വ്യത്യാസം തന്നെ ഉണ്ടാവുന്നുണ്ട്. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനായി നിങ്ങളുടെ ആവശ്യങ്ങളും ബഡ്ജറ്റും കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ചുള്ള 3D ഡിസൈനുകൾ നൽകുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് ഡോക്ടർ ഡിസൈൻ ഇന്റീരിയർ ജോലികൾ ചെയ്യാറുള്ളത്. അതിനാൽ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ ഇന്റീരിയർ ജോലികൾ ചെയ്തു തീർക്കുന്നതിന് ഞങ്ങൾക്ക് സാധിക്കും. കേരളത്തിൽ എവിടെയും ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിലോ നേരിട്ടോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.